ഈ മടൽ സാധനം എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത്രയും ബഗ്ഗും ഇത്രയും പ്രശ്നങ്ങളും ഉള്ള, അതായത് കസ്റ്റമർ അനുഭവിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയുന്ന ഒരു കമ്പനി കേരളം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ടാറ്റ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ടാറ്റ നെക്സോൺ EV മാക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്തത്തുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെക്സോൺ EVയുടെ 2 നെഗറ്റീവ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നെഗറ്റീവ് വീഡിയോസ് വന്നതെന്നും ഈ ഒരു നെഗറ്റീവ് വീഡിയോസിനെ പറ്റിയുള്ളൊരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് മനു ആണുള്ളത്. അപ്പോൾ മനുവിൻ്റെ വ്യൂ പോയിന്റിൽ എന്താണ് ഇതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ജിതിനൊരു 2 വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, എൻ്റെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഷെയർ ചെയ്യാം എന്നുള്ളത് മാത്രം വിചാരിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു നെക്സോൺ EV ഓണറാണ്. ഒക്ടോബർ 2020, ഏതാണ്ട് 3-3.5 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഏതാണ്ട് 1.67 ലക്ഷം കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് പല പ്രശ്നങ്ങളും സംഗതികളും വന്നിട്ടുണ്ട്. അതുകൂടാതെ ഗുണത്തിൻ്റെ കാര്യവും ചിലവിൻ്റെ കാര്യമൊക്കെ ഞാൻ പ്രത്യേകം എഴുതിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ബേസിക്കലി ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂസ് വരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് EVയെക്കുറിച്ച് അല്ലെങ്കിൽ ടാറ്റ EVയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് വരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് എങ്ങനെ ഒഴിവാക്കാനൊക്കും. ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ തുടങ്ങാം, എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് വരുന്നു എന്നുള്ളത്. സോ നെഗറ്റീവ് റിവ്യൂസ്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത് നല്ല കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ആൾക്കാർക്ക് ഈ പറഞ്ഞ വണ്ടിയുടെ നെഗറ്റീവ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷം വണ്ടി വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ സാധാരണ ഒരാൾ വണ്ടി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ യൂട്യൂബ് റിവ്യൂസ് കാണും. ആ യൂട്യൂബ് റിവ്യൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വിവരിക്കുന്ന വീഡിയോസ് ഗുണങ്ങൾ വിവരിക്കുന്ന വീഡിയോസിനെ അപേക്ഷിച്ച് കുറവാണ്. സോ അതുകൊണ്ട് എല്ലാവരും അത് കുറവാണെന്നല്ല, വളരെ കുറവാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടണമെന്ന് തന്നെയില്ല ചിലപ്പോൾ ഈ വീഡിയോസ് കാണുന്നതിനിടയ്ക്ക്. സോ അത് കാരണം ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെയാണ് ആൾക്കാർ വണ്ടി എടുക്കാൻ പോകുന്നത്. പല ആൾക്കാരുടെയും കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പല എക്സാമ്പിൾസ് പറയാൻ നോക്കും, പക്ഷേ അതെല്ലാം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നീണ്ടുപോകും. സോ അതുകൊണ്ട് ബേസിക്കലി ഇപ്പോൾ റേഞ്ചിൻ്റെ കാര്യം, 312 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഒരു വണ്ടി, അത് ARI പറയുന്ന റേഞ്ചാണ്. ഓക്കെ, സോ ആ റേഞ്ചുള്ള ഒരു വണ്ടി നമ്മൾ നോർമലി ഇപ്പോൾ ഓടിക്കുന്ന ഓണേഴ്സിൻ്റെ അടുത്ത്, ഒരുമാതിരിപ്പെട്ടവരുടെ അടുത്ത്, ഒരു 5-10 പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ആ 312 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിക്കകത്ത് 200, 210, 230 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ചിലർക്ക് 250 വരെയൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ കോമൺലി ഒരു 180 to 220 ആ റേഞ്ചിലൊക്കെയാണ് സാധാരണ റേഞ്ച് കിട്ടാറുള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം ഈ വണ്ടി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു എക്സ്പെക്റ്റേഷനേ വെക്കത്തുള്ളൂ. സോ അത് കാരണം വലിയ പ്രശ്നമില്ല. പക്ഷേ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്ന 312 എന്ന് പറഞ്ഞാൽ 280 കിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ മോശമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 250 ആവും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനെ അതും കേട്ട് വണ്ടി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവും. അതിനകത്ത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. സോ നിങ്ങൾ വണ്ടി EV എടുക്കുന്നതിന് മുമ്പ് കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ റേഞ്ചിൻ്റെ കാര്യം മാത്രമല്ല, ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ലാഭം നോക്കിയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും വിട്ടുപോകുമെന്നുള്ളതുകൊണ്ട് ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വായിക്കാം കേട്ടോ. സോ എന്തായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ നേരാവണ്ണം നമ്മൾ അറിഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതിപ്പോൾ ഈ സർവീസിൻ്റെ കാര്യമാണെങ്കിലും സർവീസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്ത ഓണേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സർവീസ് സെൻറ്ററിൽ തന്നെ സർവീസ് സെൻറ്ററിലോ സെയിൽസിലോ ചോദിച്ചാൽ തന്നെ നേരത്തെ വാങ്ങിച്ച കുറേ ഓണേഴ്സിൻ്റെ നമ്പർ വാങ്ങിച്ചെടുക്കാൻ വെക്കും. അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസും സംഗതികളും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സർവീസിനകത്തുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി പർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പോൾ ഒരേ സർവീസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന 2 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക ടാറ്റയുടെ. അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വണ്ടിക്കകത്ത് ഇഷ്ടംപോലെ പോറലും സംഗതികളും ഒക്കെ ഉണ്ട്, ബമ്പറിൽ ഫൈബർ പാർട്ടാണ്. സോ അത് ഞാൻ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യില്ല.
പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഫൈബർ പ്രോഡക്റ്റിലാണെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി പെയിൻ്റ് അടിക്കാൻ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പ്രയോറിറ്റി വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും തമ്മിലൊരു മിസ്അലൈൻമെൻ്റ് ഉണ്ട്. ഞാനത് കാണുന്നത് വേറൊരാൾ കാണിച്ചു തരുമ്പോൾ മാത്രമാണ്. പക്ഷേ വേറെ പല ആൾക്കാരും വണ്ടി എടുക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുന്നവരുണ്ട്. സോ ഇതേപോലെ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളും ഒക്കെ ഇഷ്ടം പോലെ കാണും. അത് നിങ്ങൾക്ക് എന്തൊക്കെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വണ്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പലതും നിങ്ങളുടെ റുട്ടീനായിട്ടുണ്ടാകും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പോലും ഓർമ്മയില്ലാത്തതായിരിക്കും, അതില്ലാതെ വരുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ അറിയുന്നത്. പക്ഷേ എങ്കിലും അതുപോലെ നിങ്ങളുടെ ബേസിക്കായിട്ട് വേണ്ട കുറേ സാധനങ്ങൾ കാണും. അതുപോലത്തെ സംഗതികളെല്ലാം ഉണ്ടോ എന്നുള്ളത് നേരത്തെ കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള ഡിസപ്പോയിൻമെൻ്റ് എല്ലാം ഒഴിവാക്കാനൊക്കും. അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ലെവൽ ഇച്ചിരിയോടെ റിയലിസ്റ്റിക് ആവും. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി നെഗറ്റീവ് റിവ്യൂസ് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഗതികളൊന്നും പ്രോപ്പറായിട്ട് നോക്കാതെ പോയി വണ്ടി എടുത്ത്, അത് ആരുടെയും കുറ്റമായിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറേ അധികം കാര്യങ്ങൾ നോക്കേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ നോക്കിയേ ഒക്കത്തുള്ളൂ. സോ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതൊന്നും അല്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങൾ വരാം. പക്ഷേ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങൾ നോക്കിയിട്ട്, അതേപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ യൂസ് കേസ്, നിങ്ങളുടെ ഉപയോഗത്തിന് പറ്റിയ വണ്ടിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം EV എടുക്കാൻ പോവുക. അതിപ്പോൾ ഈ ടാറ്റയുടെ നല്ല ഏത് EV എടുക്കുകയാണെന്നുണ്ടെങ്കിലും അക്കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ആദ്യമേ ഞാൻ പറഞ്ഞ 2 പോയിൻറ്റ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് വരുന്നു എന്നുള്ളത് അമിത എക്സ്പെക്റ്റേഷൻസ് കാരണം, അമിതമായിട്ട് പ്രതീക്ഷ അർപ്പിച്ച് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ നേരത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ളതോ, സർവീസ് അഡ്വൈസറിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നും കിട്ടുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കാരണം ഉണ്ടാകാവുന്ന കേസസ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു വണ്ടിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വാങ്ങിക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതിന് മുമ്പ് എടുത്ത ഓണേഴ്സിൻ്റെ അടുത്ത് പലരുടെ അടുത്തും ചോദിച്ച് ഉറപ്പ് വരുത്തുന്നുണ്ടെന്നുള്ളതും, അതല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ കേസസ് എല്ലാം ചെക്ക് ചെയ്യുന്നു എന്നുള്ളതും ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക. ഈ 2 കാര്യങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും, ഇപ്പോൾ ഈ EV നല്ലതാണ് കിടിലമാണ് എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരാരും കള്ളം പറയുന്നവരല്ല, പക്ഷേ ഈ പറയുന്നവർക്ക് പ്രശ്നങ്ങൾ കാണാം. പക്ഷേ ആ പ്രശ്നങ്ങൾ അവർ വണ്ടി എടുത്തപ്പോഴേ ചിലപ്പോൾ ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ള കേസസ് ആയിരിക്കും. അതല്ലെങ്കിൽ അത് അവരെ ഒരു രീതിയിലും ബാധിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും. മനസ്സിലായോ? ഇതുപോലത്തെ കേസസ് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് മാക്സിമം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ, EV ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും എടുക്കുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന സാധനമാണോ എന്ന് നോക്കുക, EVയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അതേപോലെ തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കണമെങ്കിൽ അത്രയും ഇൻപുട്സ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് പല ആൾക്കാരുടെ അടുത്തുനിന്നും ഇതേ സെയിം ഇൻപുട്ട് കിട്ടി, ആ ഒരു ഇതിൻ്റെ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ അത്രയും എടുത്തു പോവുക. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. പിന്നെ EV എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കുറേ എഴുതിയിട്ടിട്ടുണ്ട്, എൻ്റെ റിവ്യൂവിൻ്റെ കൂടെ കുറേ എഴുതിയിട്ടിട്ടുണ്ട്. അത് പ്രത്യേകം കുറേ എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് പ്രത്യേകം എഴുതണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്കത് നോക്കാം, ഇപ്പോൾ ഉള്ള റിവ്യൂവിനകത്തുള്ള സാധനങ്ങൾ വായിച്ച് നോക്കാം. അതല്ലെങ്കിൽ അധികം താമസിക്കാതെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളായിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടും ഒരെണ്ണം എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ EV ഉപയോഗിക്കാനൊക്കട്ടെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളൊരു EV ഓണർ ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.